ഉപ്മാവും ചട്നിയും കൂട്ടിയിട്ട് അവരെല്ലാവരും കഴിക്കുക. ഇത് എന്താ പറയുക, ഉപ്മാവ് നമ്മളൊക്കെ വെറുതെ അങ്ങോട്ട് തിന്നല്ലേ, പക്ഷെ ഇവിടെ ഈ ചട്നി ഉണ്ട്. ചട്നി ഒന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ. തേങ്ങാ ചട്നി തോന്നുന്നുണ്ട്. മോണി എൻ്റെ കോലം കണ്ടോ? കഴിക്കട്ടെ. നമ്മുടെ സാധാരണ തേങ്ങാ ചട്നി അല്ല കേട്ടോ, ഇതതിൻ്റെ കൂടെ തേങ്ങാ ചട്നി മാത്രമല്ല, പൊട്ടുകടലയില്ലേ, പൊട്ടുകടല അതും കൂടി മിക്സ് ചെയ്താൽ സൂപ്പർ. അപ്പം ഞാൻ കഴിക്കട്ടെ. ഓണാക്കാൻ പഠിച്ചു. എനിക്കിതൊന്നും ഓണാക്കാൻ അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഞാനത് പഠിച്ചിരിക്കുകയാണ്. ഞാൻ അവരുടെ കിച്ചണിൽ കയറി കുക്ക് ചെയ്യാനല്ല കേട്ടോ, ജസ്റ്റ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട്. അമ്മേ 3 സെൻറ്റിൽ താഴത്ത് 1, 2, 3 3 ഫ്ലോർ. അതിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഓണർ സെക്കൻഡ് തേർഡ് റെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കിച്ചൺ നോക്കാം, താഴത്തെ ഫ്ലോറിൽ ഉണ്ടാവും. പിന്നെ ഡൈനിങ് இருக்குது. அப்புறம் இங்கே ஒரு மெயின் ரூம் இருக்குது, அது டிவி தான். அங்கே எல்லோரும் பேசிகிட்டு இருக்குது. அதுக்கப்புறம் நான் உங்களுக்கு കാണിച്ചു തരാം. തമിഴാണോ മലയാളം ആണോ എന്നറിയാത്ത രീതിയിലാണ് എൻ്റെ ഭാഷ ഇപ്പോൾ പോയി. ഒരു ദിവസം കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല കേട്ടോ. ഒരു ദിവസമല്ല, 4ാമത്തെ ദിവസമാണ്. ഇന്നത്തെ ദിവസം ഇങ്ങനെ ഉറങ്ങിയിട്ടും അങ്ങനെയൊക്കെ പോയി. പിന്നിപ്പോൾ എന്താ, പിന്നെ ഇതേ കുഞ്ഞാവ് ഇവിടെ ഇരിക്കേണ്ട, ഇവിടെ പായൽ നിലത്തിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലവൻ മറ്റേ മാതള നാരങ്ങില്ലേ, അത് കഴിച്ചുകൊണ്ടിരിക്കുക. മാതള നാരങ്ങ എന്നല്ലേ എനിക്ക് പറയുക, കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് മോളെ ജസ്റ്റ് നമുക്ക് ഉറങ്ങാൻ വേണ്ടി മാത്രമുള്ള സെറ്റപ്പ് കേട്ടോ. താഴത്താണ് നമ്മൾ ഫുൾ ടൈം ഇരുന്നത്. ഫോണിൽ ഞങ്ങൾ കഴിച്ചോളൂ, എല്ലാവർക്കും ഇതേ കുട്ടി തരുന്നുണ്ട്, മാതള നാരങ്ങ തരുന്നുണ്ട്, കഴിച്ചോളൂ എല്ലാവരും കഴിച്ചോളൂ. ഓക്കെ മതിയേ. ഇനി കുഞ്ഞ് കഴിച്ചോളൂന്ന്. മതി പൊന്നാ. എന്താ പറയുക, പിന്നെ ഒരു സാരി ഞാൻ ചുറ്റാറുണ്ടോ എന്നിങ്ങനെ ചോദിക്കാം. സാരി പിന്നെ ഇവരൊക്കെ സാരി ചുറ്റിയിട്ട് വൈകിട്ട് വരെ സാരി ചുറ്റി തന്നെ എല്ലാ പണിയെടുക്കും. പക്ഷെ ഒരു കുഴപ്പമില്ലാതെ പെർഫെക്റ്റായിട്ട് ആ സാരി ഇരിക്കും കേട്ടോ. പക്ഷെ നമ്മുടെയൊക്കെ കാര്യം സാരി കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞാൽ കംപ്ലീറ്റ് ഊരി പോകുന്ന അവസ്ഥയാണ് എൻ്റെ കാര്യം കേട്ടോ. പക്ഷെ അവർക്കൊക്കെ രാവിലെ കൊടുത്ത സാരി കറക്റ്റ് ആ പെർഫെക്റ്റായിട്ട് തന്നെ വൈകിട്ട് വരും. അത്ഭുതം തന്നെ എനിക്ക്. അപ്പോൾ അവരിങ്ങനെ ചോദിക്കുക സാരി ചുറ്റാറുണ്ടോ എന്നൊക്കെ എന്നോട്.